തിരുവനന്തപുരം ജില്ലയിലെ പാലോട്ട് വാമനപുരം നദിയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തിരുവനന്തപുരം പാലോട് വാമനപുരം നദിയിൽ ആര്യ ഹോസ്പിറ്റലിന് സമീപമുള്ള കടവിലാണ് ഉച്ചയോടെ സംഭവം നടന്നത്. കരിമങ്കോട് റോഡരികത്ത് വീട്ടിൽ ഷെരീഫിൻ്റെയും ഷജിലയുടെയും മകൻ 15 വയസ്സുള്ള മുഹമ്മദാണ് അപകടത്തിൽ മരിച്ചത്. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് +1 MR സീറ്റിൽ അപേക്ഷ കൊടുത്തിട്ട് വരുന്ന വഴിയാണ് ആര്യ ഹോസ്പിറ്റലിന് സമീപമുള്ള കുളിക്കടവിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ പാലോട് പോലീസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും വിദുര ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചു. ശക്തമായ അടിയൊഴുക്കും തണുപ്പും തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുകയായിരുന്നു. തുടർന്ന് ജില്ലാ ഫയർ ഓഫീസിന്റെ കീഴിലുള്ള സ്ക്യൂബ ടീം സ്ഥലത്തെത്തുകയും മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ വിദ്യാർത്ഥിയുടെ മൃതദേഹം വെള്ളത്തിനടിയിൽ നിന്ന് കണ്ടെത്തുകയുമായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവമറിഞ്ഞ് വൻ ജനാവലിയാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത്. അതേസമയം സ്ക്യൂബ ടീമിന്റെ പ്രവർത്തനം മാതൃകാപരമായി. അതിശക്തമായ അടിയൊഴുക്കുള്ള പ്രദേശത്താണ് സ്ക്യൂബ ടീമിന്റെ അതിവിദഗ്ധരായ മുങ്ങൽ വിദഗ്ധർ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയത്. പലപ്പോഴും ശക്തമായ അടിയൊഴുക്ക് ഇവരുടെ രക്ഷാപ്രവർത്തനത്തെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. വി മീഡിയ ന്യൂസ് നെറ്റ്വർക്ക് കേരളയ്ക്ക് വേണ്ടി ക്യാമറമാൻ അരുൺകുട്ടൻ, പാലോട്.